ഒരുപാട് മലയാള സിനിമകൾ 100 കോടി ക്ലബിൽ കയറിയ 2024 ആ 100 കോടി ക്ലബിലേക്കുള്ള അവസാന എൻട്രി ആയിരുന്നു ഹനീഫ് അദേനി ഡയറക്റ്റ് ചെയ്ത് ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ റോളിലെത്തിയ മാർക്കോ. ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയും വളരെ വീക്കായ തിരക്കഥയും ആയിട്ട് കൂടി എങ്ങനെയാണ് മാർക്കോ ഇത്രയും വലിയ ഒരു വിജയമായി മാറിയത് എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഓരോരോ കാര്യങ്ങളായി നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം പറയേണ്ടത് സിനിമയുടെ പ്രൊമോഷൻ രീതിയെക്കുറിച്ചാണ്. സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ചിത്രം ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് ചിത്രത്തെ എത്തിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിരുന്നു. ദ മോസ്റ്റ് വയലന്റ് ഇന്ത്യൻ സിനിമ എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം അനൗൺസ് ചെയ്തതും മാർക്കറ്റ് ചെയ്യപ്പെട്ടതും. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നൽകാനും കൃത്യമായി അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനും പ്രൊഡക്ഷൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളടക്കം സിനിമയുടെ ഹൈപ്പ് കൂട്ടി. ഇനി അഭിനേതാക്കളിലേക്ക് വന്നാൽ മാർക്കോ എന്ന ടൈറ്റിൽ റോളിൽ എത്തിയ ഉണ്ണി മുകുന്ദൻ ആക്ഷൻ സീനുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് ഇന്റർവെല്ലിലെ ഫൈറ്റ് സീനും ആ സ്റ്റെയർ കേസ് ഫൈറ്റൊക്കെ വളരെ മികച്ച് നിന്നു. പക്ഷേ ഡയലോഗ് ഡെലിവറിയിലും ഇമോഷൻ സീനുകളിലും അല്പം പിന്നോട്ട് പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അഡാട്ട് ജോർജായി സ്ക്രീനിലെത്തിയ സിദ്ദിഖ് തൻ്റെ റോൾ ആസ് യൂഷ്വൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയായാലും സ്വാഗിലായാലും ഒരല്പം മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് സിദ്ദിഖിൻ്റെ അഡാട്ട് ജോർജ്. ക്ലൈമാക്സിന് മുമ്പുള്ള ഫൈറ്റ് സീനിൽ അദ്ദേഹത്തിൻ്റെ ഗംഭീര സ്ക്രീൻ പ്രസൻസും സ്വാഗും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വില്ലന്മാരായി വന്നവരിൽ റസലും സൈറസും നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒരു മെയിൻ പോസിറ്റീവ് എന്നത് ആക്ഷൻ സീനുകൾ തന്നെയായിരുന്നു. അതിൽ ഇന്റർവെൽ ഫൈറ്റ് സീൻ വളരെ നന്നായി ആസ്വദിക്കാൻ പറ്റി. ക്ലൈമാക്സ് ഫൈറ്റ് പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്ന് തന്നെ പറയണം. പ്രീ ക്ലൈമാക്സ് ഫൈറ്റിൽ കുട്ടികളോട് കാണിക്കുന്ന വയലൻസ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ആ സീനുകളൊക്കെ പ്രേക്ഷകനൊരു ഇമോഷണൽ ട്രിഗർ ചെയ്യാൻ വേണ്ടി കുത്തിക്കയറ്റിയ സീനുകൾ പോലെ അനുഭവപ്പെട്ടു. ചിത്രത്തിന്റെ മറ്റൊരു വിജയഘടകം എന്ന് പറയുന്നത് രവി ബാസുറിന്റെ BGM തന്നെയായിരുന്നു. KGF പോലുള്ള സിനിമകൾക്ക് BGM നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ BGM സിനിമയുടെ മൊത്തം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എലവേറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ടോണിയുടെ BGM ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. എഡിറ്റർ ഷമീർ മുഹമ്മദും സിനിമ അധികം വലിഞ്ഞു പോകാതെയും ആ ഒരു മൂഡ് വിട്ടുപോകാത്ത രീതിയിലും എഡിറ്റ് നിർവഹിച്ചു എന്ന് ആ ഡിലീറ്റഡ് സീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ സീൻ സിനിമയിൽ വന്നിരുന്നെങ്കിൽ അതൊരു നെഗറ്റീവ് ഫാക്ടറായി വന്നേനെ. ഇനി ഡയറക്ഷനിലേക്ക് വന്നാൽ ഹനീഫ് അദേനിയിലേക്ക് വന്നാൽ വീക്ക് തിരക്കഥയായിട്ട് കൂടി മികച്ച ആക്ഷൻ സീക്വൻസുകൾ ഒരുക്കി സിനിമയെ എൻഗേജിയാക്കി നിലനിർത്താൻ ആൾക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ ചില ഡയലോഗുകൾ കല്ലുകൂടി ആയെങ്കിലും മൊത്തത്തിൽ സിനിമയെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ആൾക്ക് പറ്റും. സിനിമയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മികച്ച രീതിയിൽ സിനിമയെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസർക്കും ഈ സിനിമയുടെ വിജയത്തിൽ വളരെയധികം പങ്കുണ്ട്. എന്തായാലും എന്താണ് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ.